ഒരാളാണെങ്കിൽ കമ്പി പൊട്ടിച്ചു, ഇനി അടുത്തത് കുറെ പേരുടെ കമ്പി ഉണ്ട് എന്ന് പറയുന്നു. ചിലവരാണെങ്കിൽ വലിയ കമ്പി ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറയുന്നു. ചിലവരാണെങ്കിൽ വലിയ കമ്പി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. കേരളത്തിലെ സിംഹം അങ്ങനെയൊക്കെ ഉണ്ടോ? കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സിനിമാ നടിയാണ് ഇത്ര, പക്ഷെ ഇപ്പൊ ശരിക്കും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കല പണി എന്ന് തോന്നുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പായസമേള ഉണ്ട്, അപ്പൊ അതിന്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. ഈ കമ്പി ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച സ്ത്രീയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എത്രയൊക്കെ വലിയ കമ്പി പൊട്ടിയാലും അവരവിടെ കൂളാണ്, അവർക്ക് മാത്രം ഒരു പ്രശ്നമില്ല. അവരിപ്പോ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ്. ഇവിടെ നിങ്ങൾ ഓണസദ്യ കൊണ്ട് ഏമ്പക്കവും വിട്ട് നടക്കുമ്പോ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കണത്. പക്ഷെ ആ ഓണത്തിന് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്ത് കാര്യത്തിനാണ് അവർ കരയണമെന്ന് അറിയോ? ഒന്ന്, തന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കരയുണ്ടാവും. രണ്ട്, എന്റെ മകനെ നശിപ്പിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു വിദ്വേഷം കൂടി ആ അമ്മയ്ക്ക് ഉണ്ടാവും. അങ്ങനെ ഒരാളുടെ ജീവിതം തകർത്തിട്ട് ഒരമ്മയുടെ കണ്ണീരും കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇങ്ങനെ സദ്യ കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടും നടക്കാൻ കഴിയുന്നു? ലേഡി ഉണ്ണിയാർച്ചയാണ് എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്തും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയുന്നില്ല.